അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെപ്പറ്റി, ആ നിഅമത്തുകളിൽ, ആ അനുഗ്രഹങ്ങളിൽ ഓരോ മനുഷ്യനും നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പൊതുവായി ഉണർത്തുന്ന കുറെ ഖുർആൻ സൂക്തങ്ങൾ നമുക്കൊക്കെ പരിചയമുണ്ട്. അക്കൂട്ടത്തിൽ ചില കാര്യങ്ങളെ പടച്ച തമ്പുരാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിഷയത്തിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനും താൻ എല്ലാത്തിനും പോന്നവനാണ് എന്ന അഹങ്കാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ വിനീത വിധേയനായ ഒരു ദാസൻ എന്ന തലത്തിലേക്ക് നമ്മെ ഇറക്കിക്കൊണ്ടുവരുന്നതിനും ഖുർആൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ചില പ്രസ്താവനകൾ ചില സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കും. അത് ഏത് കാര്യവും അങ്ങനെയാണ്. അസുഖത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു മാരകമായ രോഗം പിടിപെടുന്നതിനെ സംബന്ധിച്ച് നമ്മളോടൊരാൾ പ്രസംഗിച്ചാൽ നമ്മളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കുന്നിടത്തോളം നമ്മുടെ ചിന്ത, പാവം, ഒന്നുകിൽ ഈ പറയുന്നവൻ അതിശയോക്തി വെച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയും കുറച്ച് ആളുകൾ രാജ്യത്തുണ്ടല്ലോ, നേർക്കുനേരെ നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്കത് തോന്നുകയില്ല. പൊതുവെ താക്കീതുകളുടെയും മുന്നറിയിപ്പുകളുടെയും ഒക്കെ അതിനോടൊക്കെയുള്ള സമൂഹത്തിന്റെ, മനുഷ്യരുടെ സമീപനം പൊതുവെ ഈ ഒരു വിധത്തിലാണ്. പക്ഷെ ചില സന്ദർഭത്തിൽ ചിലത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തി ചിന്തിപ്പിക്കും. എനിക്ക് തോന്നുന്നു വെള്ളത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും കുറെ അധികം ഗൗരവത്തോടെ സമൂഹം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയോളം 6 മാസത്തോളം മഴ വർഷിക്കുന്ന കേരളം തന്നെ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പത്രങ്ങളും ചാനലുകളുമൊക്കെ ശ്രദ്ധിച്ചാൽ സജീവമായ ഒരു വിഷയം, പല വിഷയങ്ങളിൽ ഒരു വിഷയം, വെള്ളമില്ലായ്മ കൊണ്ട് ജനം അനുഭവിക്കുന്ന കെടുതികളും ദുരന്തങ്ങളുമാണ്. ധാരാളമായിട്ട് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ സ്ഥിതിയാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വശത്തിൽ അതിലൂടെ മനസ്സിലാക്കേണ്ടുന്ന ചില ലളിതമായ യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് സഹായകമാകുന്ന ചില ഘടകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കുറഞ്ഞ നേരത്തെ ഈ സംസാരത്തിലൂടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ ഒരു സൂക്തം നമുക്ക് കാണാം. നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗം വേറൊരു വിഷയമാണ്. ആകാശവും ഭൂമിയുമൊക്കെ ഒട്ടിച്ചേർന്ന് നിലകൊള്ളുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നാം അതിനെ രണ്ടായി വിഭജിച്ചു വേർപ്പെടുത്തി. ഫഫത്തഖ്നാഹുമ കാനത്താ റത്ഖൻ ഫഫത്തഖ്നാഹുമ എന്ന് ആകാശഭൂമികളെ, അത് ഭൂമിയുടെ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ചുള്ള മറ്റൊരു ചർച്ചയിലേക്ക് വെളിച്ചം വീശുന്ന വേറൊരു വിഷയമാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു, എല്ലാ ജീവികളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് നാം ആക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മാത്രമല്ല, ജീവികളുടെ ഉത്ഭവത്തിന്റെ നിദാനവും കൂടിയാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നാണ്. അപ്പൊ നിഷേധികളായ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, തനിക്ക് താൻ പോന്നവനാണ്, പ്രകൃതിയിലെയും പ്രപഞ്ചത്തിലെയും എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും മറ്റ് സന്നാഹങ്ങളുടെയും പിൻബലത്തോടെ ധരിച്ച, അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശാസ്ത്രം വെള്ളത്തെ സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ട് അത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടായ ഒരു ദ്രാവകമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, സ്വയം ജ്വലിക്കുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് കത്തുന്നതിന് സഹായകമാകുന്ന ഒരു ഘടകവും. അപ്പോൾ സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ 2 വാതകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് വെള്ളമുണ്ടായത് എന്ന് അതിനെ വിശകലനം ചെയ്ത് അതിന്റെ ഘടനാവിശേഷം പറയാനല്ലാതെ സ്വന്തം നിലക്ക് യഥേഷ്ടം ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെള്ളമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ
അങ്ങനെ ഉദാരമായി വെള്ളം ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അടിസ്ഥാനപരമായി അള്ളാഹു വെള്ളം ഇറക്കി, അൻസല എന്ന പ്രയോഗം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ചില സാധനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ പരാമർശിച്ചിരിക്കുന്നു, വേറെ ചിലതിനെ സംബന്ധിച്ച് അള്ളാഹു സൃഷ്ടിച്ചു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി വെച്ചു എന്നോ പ്രയോഗിച്ചിരിക്കുന്നു. ഈ പ്രയോഗങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ്? ശാസ്ത്രീയമായ പഠനം ആവശ്യമായ ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇതുപോലെയുള്ള നമ്മുടെ ഈ ഒരു സന്ദർഭം അതിനേക്കാൾ ഫലപ്രദമായ വേറെ ചില വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബുൻ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പൊതുവേ ഏതിനെപ്പറ്റിയും ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള പ്രോത്സാഹനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറെ സൂക്തങ്ങൾ നമുക്ക് കാണാം. അന്വേഷണവും ആലോചനയും ബുദ്ധിയോടെ വേണം മനുഷ്യൻ ഓരോന്നും പ്രയോജനപ്പെടുത്താൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണിത്. എന്ത്? അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപടലങ്ങളിൽ നിന്ന് ഈ വെള്ളത്തെ താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? ഈ ചോദ്യത്തിൽ തന്നെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഈ വീഴുന്നത് എത്ര ഉയരത്തിൽ നിന്നാണ് അതിനനുസരിച്ച് ഈ സാധനത്തിന്റെ വേഗത വർദ്ധിക്കും. താഴോട്ടുള്ള സഞ്ചാരത്തിന്റെ, കീഴ്പോട്ടുള്ള വരവിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഭാരം വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെടും. ഇത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഒരു വസ്തു ഇത്ര ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ എത്ര വേഗതയിൽ അത് നിലത്ത് പതിക്കുന്നുവോ അത്രയും വേഗതയിലല്ല ഇതിന്റെ 2-3 ഇരട്ടി ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ. അപ്പോൾ അതിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഭാരം കൂടിയതായിട്ട് അനുഭവപ്പെടുമെന്നാണ്. യഥാർത്ഥത്തിൽ ഭാരം കൂടുന്നില്ല, പക്ഷെ ഭാരം കൂടിയതായിട്ട് അനുഭവപ്പെടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾ മഴയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മേഘപടലങ്ങളിൽ നിന്ന് ഈ വെള്ളത്തെ ഇറക്കുന്നത് നാമോ അതല്ല നിങ്ങളോ? അപ്പൊ പടച്ചതമ്പുരാൻ മഴ വർഷിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ സംവിധാനം അത് പുറപ്പെടുന്ന അവിടത്തെ അതേ വേഗതയിൽ തന്നെ, വേഗത വർദ്ധിക്കാതെ, ഭാരം അധികപ്പെടാതെ അത് ഭൂമിയിലെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു വിഷയം തുടർന്ന് പറയാൻ പോകുന്നതാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. 2 രീതിയിൽ വെള്ളം ഉപ്പുരസമുള്ളതാകാം എന്ന് ഇപ്പൊ കേരളത്തിൽ തന്നെ ജീവിച്ച് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വെള്ളം ബാഷ്പീകരിച്ചിട്ട് ഭൂമിയിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് മേലോട്ട് പോകുന്നു. നമ്മളിപ്പോ ശാസ്ത്രത്തിലൂടെ അത് കുറെ കഴിഞ്ഞപ്പോൾ പഠിച്ചു. ഇത് പഠിക്കുന്നതിന് മുമ്പ്, വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ്, 6-ാം നൂറ്റാണ്ടിൽ 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിരക്ഷരനായ ആ പ്രവാചകൻ നിരക്ഷരരായ തന്റെ ജനതയെ ഓതി കേൾപ്പിക്കുകയാണ്. അവർക്കതിന്റെ എത്രമാത്രം അർത്ഥമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് അന്ന് ആവശ്യമുള്ള എന്തോ ഒരർത്ഥം, ഒരാശയം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് അതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ലോകം വികസിക്കുന്നതിനനുസരിച്ച്, വിജ്ഞാനം വികസിക്കുന്നതിനനുസരിച്ച്, പഠന ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഉത്തരം മുട്ടുകയും ഗവേഷണങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയും പുറകോട്ട് പോവുകയും പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. പിന്നെയോ പുരോഗതിയെയും വികാസത്തെയും ഉൾക്കൊള്ളുവാൻ അതിന്റെ അർത്ഥതലവും വ്യാപ്തി കൂടുകയാണ്. അങ്ങനെ വ്യാപ്തി കൂടുന്ന ഒരുപാട് സൂക്തങ്ങളുടെ ഉദാഹരണത്തിൽ ഒരു സൂക്തമാണിത്. ശാസ്ത്രത്തെ സംബന്ധമായ വിഷയങ്ങളിലാണ് ഈ പറയുന്നത്. അല്ലാത്ത മറ്റു വിഷയങ്ങളിലൊക്കെയും ഖുർആൻ അങ്ങനെ ലോകത്തോടും കാലത്തോടും ഒപ്പം സഞ്ചരിക്കാനുള്ള കെൽപ്പുള്ള ഗ്രന്ഥമാണ്. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഇപ്പോ ഈ ഒരൊറ്റ പോയിന്റ് എന്താണ്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. അപ്പൊ ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചിട്ടാണ് വെള്ളം മേലോട്ട് പോകുന്നത്, നീരാവിയായിട്ട്. ഈ വെള്ളമാണ് പിന്നീട് തണുത്ത കാറ്റടിക്കുമ്പോൾ, ആ കാറ്റിനൊക്കെ പ്രത്യേകം വാക്കുകൾ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാറ്റിനും ഒരേ വാക്കല്ല, എല്ലാ മേഘങ്ങൾക്കും ഒരേ വാക്കുകളല്ല. ഓരോന്നിനും അതിന്റെ പ്രകൃതത്തെ കൃത്യമായി എടുത്തു കാണിക്കുന്ന പ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ തരത്തിൽ ഒരു പഠനം നടത്തിയാൽ ശ്രദ്ധേയവും അത്ഭുതകരവും വിസ്മയാഹവുമായ ഒരു വിജ്ഞാന പ്രപഞ്ചം അവരുടെ മുമ്പിൽ തുറക്കപ്പെടും. അപ്പൊ എന്നിട്ടല്ല പറയാണ്, ഈ നീരാവി അങ്ങനെ മേലോട്ട് പോയിട്ട് ഇത് ബാഷ്പീകരിച്ചിട്ടാണല്ലോ മഴ പെയ്യുന്നത്.
ഈ ബാഷ്പീകരണ പ്രക്രിയയിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പടച്ചോന്റെ ചോദ്യം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുരസമുള്ളതാകുമായിരുന്നു, ഉപ്പുമഴ പെയ്യുമായിരുന്നു. ഭൂമിയുടെ 70% വെള്ളമാണ്. ഭൂമിയെ വേറൊരു ഗ്രഹത്തിൽ നിന്നിങ്ങനെ നോക്കിയാൽ അള്ളാഹു ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് തോന്നും. അങ്ങനെയാണ് ഭൂമിയുള്ളത്. ഇത് നിങ്ങൾ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂപടമൊക്കെ എടുത്തിട്ട് വലിയ ഗ്ലോബ് അല്ലെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. 70% വെള്ളമാണ്. അത് ശുദ്ധജലമല്ല, ഉപ്പ് രസമുള്ള സമുദ്രജലമാണ്. ഈ സമുദ്രജലത്തിനിടയിലാണ് ഈ 30% വരുന്ന ഈ കരയുള്ളത്. ആ കരയിൽ തന്നെ പീഠഭൂമികൾ, മരുഭൂമികൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഘോര വനാന്തരങ്ങൾ അങ്ങനെ തുടങ്ങി അതുപോലെ മഞ്ഞുമലകൾ തുടങ്ങി കുറേ ഭാഗം ജനശൂന്യവും ഉപയോഗശൂന്യവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്. പക്ഷെ അതും പ്രയോജനകരമാണ്. അതിൽ കഴിച്ചു ബാക്കിയുള്ള കുറച്ച സ്ഥലമാണ് ഈ ലോകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വിലസുന്നതും ഈ കാട്ടിക്കൂട്ടുന്നതും ഒക്കെയായ ഈ സംഗതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു നിസ്സാരത നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് പടച്ചവൻ ഏത് കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്? ഇതെങ്ങനെയാണ് ഉപ്പ് രസമുള്ളതാകുന്നത്? 70% ഉപ്പ് രസം നിറഞ്ഞ വെള്ളമാണ്. ഈ വെള്ളത്തിൽ നിന്നാണ്, ഈ ജലാശയങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത്. അതല്ലാതെ നമ്മുടെ കുളങ്ങൾ, തോടുകൾ, തടാകങ്ങൾ, ആറുകൾ, അരുവികൾ, പുഴകൾ എന്നിങ്ങനെ പറയുന്നവയുണ്ടല്ലോ, കിണറുകൾ ഉൾപ്പെടെ, ഇത് വളരെ കുറവാണ്. ഒട്ടുമിക്കതും തണലിലും നിഴലിലും മറവിലുമാണ്. സുഗമമായി ബാഷ്പീകരണ പ്രക്രിയ നടക്കാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ട് ശുദ്ധജലം ആകാശത്തിലേക്ക് നീരാവിയായി പോകാനുള്ള സാധ്യത തുലവും കുറവാണ്. ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു, ഉപ്പ് രസമുള്ള സമുദ്രങ്ങളിൽ നിന്ന്. അപ്പോ ആ ബാഷ്പീകരണ പ്രക്രിയയിൽ ഉപ്പിന്റെ അംശത്തോടു കൂടിയാണ് വെള്ളം മേലോട്ട് പോകുന്നതെങ്കിലോ ഉപ്പുമഴയാണ് പെയ്യുക. അതാണ് ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറുൻ, എന്നിട്ടെന്താ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പൊ അപ്പൊ ഈ വെള്ളം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സമുദ്രത്തിൽ നിന്ന് ഉപ്പുവെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റുകൾ, കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന വലിയൊരു അധ്വാനമാണത്, പണച്ചെലവുള്ള പരിപാടിയാണ്. നമുക്ക് യഥേഷ്ടം വെള്ളം 5 പൈസയുടെ ചെലവില്ലാതെ യാതൊരു ശാരീരിക അധ്വാനവും കൂടാതെ പടച്ച തമ്പുരാൻ ലഭ്യമാക്കി തന്നിരിക്കുകയാണ്. ആ ലഭ്യമാക്കുന്നതിന്റെ രീതി നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെയാണ്, പ്രകൃതിപരമായി അള്ളാഹു ചെയ്തു വെച്ച സംവിധാനങ്ങളിലൂടെ യഥേഷ്ടം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലൗലാ തഷ്കുറൂൻ, അതിന്റെ ശുക്ർ കാണിക്കാൻ, ഇതിന്റെ വില മനസ്സിലാക്കാൻ, ഈ പ്രപഞ്ചനാഥനെയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിൽ കാണിക്കുന്ന സൂക്ഷ്മതയെയും അവന്റെ മേധാവിത്വത്തെയും മനസ്സിലാക്കുവാൻ, അവനെ അറിഞ്ഞ് അവന് വിധേയമാകുവാൻ മനുഷ്യ സമൂഹത്തിന് കഴിയാതെ പോകുമ്പോ അവരെ അവരുടെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു വരുത്തും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് എന്ന് വരികൾക്കിടയിൽ പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പകരം നമ്മൾ തന്നെ വരുത്തി വെച്ചിട്ടുള്ള നമ്മളുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങളുടെ വിനയാണ് ഇന്ന് കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഉപ്പുമഴ പെയ്യുന്നതിന്റെ ഒരു രൂപം ഇതാണ്. ഉപ്പിന്റെ അംശത്തോടുകൂടിയാണ് ഈ വെള്ളം മേലോട്ട് പോരുന്നതെങ്കിൽ ഉപ്പോടുകൂടി തന്നെ താഴോട്ട് വീഴും, ഭൂമിയിൽ ജീവിതം അസാധ്യമാകും. വേറൊരു രീതിയിൽ നമ്മുടെ വെള്ളം ഉപ്പിന്റെ അംശത്തിലേക്ക് പോകാൻ അടുത്തിരിക്കുകയാണ്. അതിപ്പോ യാഥാർത്ഥ്യമായി വരുന്നു. നമ്മുടെ വികസനത്തിന്റെ പേരിൽ ഭൂമിയിലേക്ക് ധാരാളമായി വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് ഭൂഗർഭജലം വരെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ എന്താ, ഒരു കുഴൽക്കിണറടിക്കാം എന്നാണ് കരുതുന്നത്. ഇങ്ങനെ മുമ്പ് വളരെ ഉദാരമായി കരുതിയിരുന്നു. ഇപ്പോ ഇത് അനുഭവിച്ചവർക്കറിയാം, അങ്ങനെ കളച്ചതുകൊണ്ട് മാത്രം വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ 3-4 കുഴൽ കിണറുണ്ടായിട്ടും കുടിവെള്ളത്തിന് വേണ്ടി മൈലുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ പോകുന്ന കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട്. അപ്പൊ ഭൂഗർഭജലം വേണ്ടത്ര ലഭ്യമല്ല. ജലവും കിണറ്റിലെ വെള്ളവുമൊക്കെ ലഭ്യമാകണമെങ്കിൽ പ്രകൃതിയുടെ ഒരു പൊതുവായ താളമുണ്ട്. ആവാസ വ്യവസ്ഥയ്ക്ക് പടച്ച തമ്പുരാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം തകരാറാകാതെ നോക്കണം. പടച്ചവനോട് ശുക്ർ കാണിക്കുക എന്നതിന്റെ അർത്ഥം പടച്ചവന് റുകൂഉം സുജൂദും ചെയ്യുക എന്നത് മാത്രമല്ല, അതതിന്റെ ഒരർത്ഥമാണ്, അതതിന്റെ താല്പര്യമാണ്. അവനെ മനസ്സിലാക്കുക, അവനെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ എന്ന് പറയുന്നുണ്ടല്ലോ. ആകാശഭൂമികളെക്കുറിച്ച്, അതിന്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച്, അതിന്റെ ഘടനാവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ. എങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരുന്നും നിന്നും കിടന്നും
ഇത് ഈ തൊണ്ടയുടെ താഴോട്ട് കയ്യിലൊരു സാധനം, ഇത് ഈ എണ്ണം പിടിക്കാൻ, എന്നിട്ടിങ്ങനെ തൊണ്ടയുടെ താഴോട്ട് പോകാത്ത, ഇവിടെ നിന്ന് നാവിന്റെ മേലോട്ട് കയറാത്ത ദിക്ർ, ആ ദിക്റിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ചിന്തയാണ്, ഇത് ഫിക്റാണ്, ആലോചനയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവൻ, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനത്തെ ആളുകളാണ്? വയതഫക്കറൂന ഫി ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇത് നിഷ്ഫലമായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ ഓരോന്നിന്റെ പിന്നിലും ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ. അവന് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അനുഗ്രഹദാതാവിന് നന്ദികേട് കാണിക്കാതിരിക്കാനെങ്കിലും അവൻ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഇന്നത്തെ ലോകത്തിന് അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമുക്ക് പോലും കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മെപ്പോലും നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരം അള്ളാഹുവിന്റെ അടിമത്വത്തിന് വിധേയമായ ഒരു ജീവിത വീക്ഷണമല്ല. അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ അട്ടിമറിഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതശീലങ്ങളും അട്ടിമറിഞ്ഞിരിക്കുന്നു. ജീവിതശീലങ്ങൾ വെറുതെ അട്ടിമറിഞ്ഞതല്ല, ജീവിത കാഴ്ചപ്പാടിൽ വന്ന അട്ടിമറിയിൽ നിന്നാണ് ജീവിതശീലങ്ങളിൽ അട്ടിമറികൾ ഉണ്ടായിട്ടുള്ളത്. ആ ജീവിതശീലം ഭൂമിയെ അങ്ങനെ ഊഷരമാക്കാൻ ഉപകരിക്കുന്നതാണ്, ഭൂമിയെ പരിപാലിക്കുന്ന സ്വഭാവമുള്ളതല്ല. ലാ തുഫ്സിദു ഫിൽ അർളി മിൻ ബഅദി ഇസ്ലാഹിഹാ, ഭൂമി അതിനെ നന്നാക്കിയതിന് ശേഷം, വാസയോഗ്യമാക്കിയതിന് ശേഷം നിങ്ങൾ അതിനെ തകർക്കരുത്, നശിപ്പിക്കരുത് എന്ന് പ്രവാചകന്മാർ പറഞ്ഞതായിട്ട് കാണാം. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇഹലോക ജീവിതത്തെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മധുര മനോഹരമായിട്ട് ഇഹലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഈ ആയത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങളെല്ലാം പറയാനല്ല ഞാനിപ്പോ ഇത് ഓതിയത്. ഇതിന്റെ തുടർച്ച ശേഷം പറയുന്ന ഒരായത്തുണ്ട്. എന്താണ്? വഇദാ തവല്ല സആഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഭൗതികാസക്തി പൂണ്ട ഒരു തലമുറ അള്ളാഹുവിന് വിധേയമായി അവൻ അടിമപ്പെട്ട് അവനെ റബ്ബും ഇലാഹുമായി പരിഗണിച്ച് അതനുസരിച്ചുള്ള ഒരു ജീവിതം ശീലിക്കാൻ മടിക്കുന്ന ജനത, അതിന് സന്നദ്ധമല്ലാത്ത ജനത, പടച്ചവനെ അവഗണിച്ച ജനത, അല്ലെങ്കിൽ പടച്ചവനെ ധിക്കരിച്ച ജനത, രണ്ടും ഒരുപോലെ തെറ്റാണ്. പടച്ചവനെ അവഗണിച്ചോ ധിക്കരിച്ചോ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയ ജനത, അവരെ പറ്റി അല്ലാഹു പറയാണ് വഇദാ തവല്ല സആഫിൽ അർള്, അവർ ഭൂമിയിൽ വ്യാപരിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ അവർക്ക് ആധിപത്യം കിട്ടിയാൽ, അവർക്ക് മേധാവിത്വം കിട്ടിയാൽ, തീരുമാനാധികാരം അവരുടെ കയ്യിലായാൽ, സആഫിൽ അർള്, അവർ ഭൂമിയിൽ വേഗത്തിൽ പോകും, അതിവേഗം പോകും. എന്താണ് അവരുടെ ഉദ്ദേശം? ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, കൃഷികളെയും കാർഷിക മേഖലകളെയും തലമുറകളെയും നശിപ്പിക്കാൻ, വാസയോഗ്യമല്ലാതാക്കാൻ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വികസന കാഴ്ചപ്പാട്. ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയെ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള പ്രകൃതിപരമായ അള്ളാഹു വെച്ച സംവിധാനങ്ങളൊക്കെ നമ്മൾ മുടക്കി. വേഗത്തിൽ പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വേഗത്തിൽ പണമുണ്ടാക്കുന്നതിന്റെ മാർഗം കാർഷിക മേഖലയെല്ലാം നാണ്യവിളകളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. നാണ്യവിളകൾ പോലുമല്ല, കോൺക്രീറ്റ് സൗധങ്ങളാണ് എന്ന് ഉപദേശിക്കപ്പെട്ടു. എറണാകുളത്ത് മുമ്പ് ഒരു വലിയ സമ്മേളനം നടന്നല്ലോ, നമ്മുടെ കേരളത്തെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചൊരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ വന്നിട്ട് നമ്മുടെ കേരളത്തെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ കൃഷി എന്നും പറഞ്ഞിട്ട് ഈ വെള്ളം ഭൂമി വെറുതെട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് വ്യവസായം പ്രോത്സാഹിപ്പിക്കരുതോ? അത് ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എന്റെ പോയിന്റ്. ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്നതിന്റെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് വയലുകൾ, കൃഷിയിടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ജലാശയങ്ങളാണ്. വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുകയാണ്, ശേഖരിച്ചു വെക്കുകയാണ്, എന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് വെള്ളം ഉദാരമായി ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി നടക്കണം. അള്ളാഹു അതിന് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ തണ്ണീർത്തടങ്ങൾ, അല്ലെങ്കിൽ ജലാശയങ്ങൾ, കാർഷിക കൃഷിപ്രദേശങ്ങൾ, ഇതൊക്കെ നമ്മൾ നികത്തി. അപ്പൊ ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ എവിടെയും സംവിധാനമില്ല. മര്യാദക്കൊരു 2 മഴ പെയ്താൽ ആകെ പ്രളയമായി. ഇപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് ആറ്റുനോറ്റ് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു 3 മഴ വർഷിക്കും, മര്യാദക്കൊരു 3 മഴ വർഷിച്ചാൽ എവിടെ തിരിഞ്ഞാലും വെള്ളമായി, ആകെ പ്രളയമായി, ശാപമായി, ശകാരമായി, വമ്പിച്ച നാശങ്ങളുടെ കണക്കായി.
എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സംവിധാനങ്ങളില്ല. അപ്പൊ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാതിരിക്കുകയും ഭൂഗർഭജലം അമിതമായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഉപ്പുജലം ഭൂമിക്കടിയിലൂടെ വരും. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. അങ്ങനെയും സംഭവിക്കാം. അപ്പൊ പടച്ച തമ്പുരാന്റെ കാവൽ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല. അപ്പൊ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം സാധ്യമാകുന്നതിന് ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമായ വജഅൽനാ മിനൽ മാഇ മിൻ കുല്ലി ശൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന് ഖുർആൻ തന്നെ പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഈ വെള്ളത്തെ അതിന്റെ ഗൗരവത്തോടെ സമീപിക്കുവാൻ നമ്മൾ പഠിക്കണം. വെള്ളത്തെ മാത്രമല്ല, പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും തന്നെ അതിന്റെ മര്യാദയോടെ പരിപാലിക്കുവാൻ നമ്മൾ പഠിക്കണം. അതിൽ രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഹദീസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും. സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ സഅദിൻ യതവല്ലഹു കാന യതവല്ലഹു. സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തിലൂടെ അങ്ങനെ നടന്നുപോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വുളു ചെയ്യൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സർഫ്, ഇതെന്തൊരു ദൂർത്താണ്. ധാരാളമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം വുളു ചെയ്യുന്നത്. ഇതെന്തൊരു ദൂർത്താണ്. അങ്ങനെ കണ്ടമാനം വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്ര അധികം വെള്ളം സുലഭമായ ഒരു രാജ്യമല്ല അത്. നമുക്കറിയാലോ, പണ്ടും അതന്നെയാണ് അവിടുത്തെ പ്രകൃതി. അടിസ്ഥാനപരമായി ചൂട് കൂടി എന്നല്ലാതെ വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ ഇതെന്തൊരു ദൂർത്താണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫൻ, വുളൂലുണ്ടോ ഇസ്റാഫ്? ഇസ്റാഫ് എന്ന് ദൂർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൂർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദൂർത്തുണ്ട്. ദൂർത്താകാതെ നോക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്ത് കാണിക്കുന്നവർ എന്തുകൊണ്ടായാലും ശരി, ഏതിലായാലും ശരി, ധാരാളിത്വം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അത് സഅദിനറിയാം. ദൂർത്തന്മാർ ശപിക്കപ്പെട്ടവരാണ്, അവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നൊക്കെ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനും അറിയാം. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ഒളുവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ കഴിക്കുക, കൂടുതൽ നന്നാവുമ്പോൾ കൂടുതൽ കൂലി കിട്ടും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. കണ്ടിട്ടില്ല ചില ആളുകൾ ഒളു ഉണ്ടാക്കുന്നത്? ടാപ്പ് തുറന്നിട്ടിട്ടാണ് ഇവർ പല്ല് തേക്കാൻ തുടങ്ങുന്നത്. ആ പല്ല് തേച്ച് കഴിയുന്നത് വരെയും ഈ വെള്ളം ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ജലക്ഷാമമുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ തന്നെയും ഇത് നിഷിദ്ധമായൊരു പ്രവർത്തനമാണ്. മതപരമായി ഹറാം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നിഷിദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം ഇസ്ലാം ഒരു നിലക്കും പൊറുപ്പിക്കാത്ത ഒരു പ്രവണതയാണിത് എന്ന് പറയാനാണ്. മറ്റ് മതഭാഷയിൽ ഫത്വ നൽകൽ നമ്മുടെ പണിയല്ല. നമ്മൾ പ്രബോധകരാണ്, വിധികർത്താക്കളല്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വരാം. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, വുളൂലുണ്ടോ ഇസ്റാഫ് അഥവാ ദൂർത്ത്? നഅം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അതെ. വലൗ കുൻത ഫീ നഹ്രിൻ ജാരിൻ, നീ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്ന് തന്നെയാണ് ഒളു എടുക്കുന്നതെങ്കിലും, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്ന് തന്നെയാണ് ഒളു എടുക്കുന്നതെങ്കിലും ഒളുവിലും ഇസ്റാഫുണ്ട്. ശ്രദ്ധിക്കണം. ഇതിപ്പോ സാധാരണ നമുക്ക് ഈ ഹദീസ് എങ്ങനെ മനസ്സിലാക്കാം? ഒളു ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഈ ഹദീസിനെ പറ്റി പിന്നെ പറയാം. രണ്ടാമത്തെ ഹദീസ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖാമത്തിസ് സാഅതു വഫീ യദി അഹദികും ഫസീല, ഖിയാമത്ത് നാൾ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. ശരിക്കും അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. സങ്കല്പിച്ചു നോക്കുക ആ രംഗം. അള്ളാന്റെ റസൂലിനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഭാവനയിൽ കണ്ടു പറയേണ്ട വല്ല കാര്യമുണ്ടോ? വേറെന്തൊക്കെ പറയാം. പക്ഷേ ഈ പറച്ചിലിന്റെ അർത്ഥം എത്ര ശക്തമാണ്. അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഒരു തേയ്, എന്തോ ഒരു മരത്തിന്റെ തേയ്. നിങ്ങൾക്കത് നടാൻ സാധിക്കുമെങ്കിൽ അത് നടാതെ നിങ്ങൾ വിടരുത്. അതാണ് ഹദീസ്. അത് നടാതെ നിങ്ങൾ വിടരുത്. മരം നടണം എന്ന് പൊതുവെ പറഞ്ഞാൽ പോരാ. പൊതുവെ പറഞ്ഞാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ അർത്ഥമാണ്. എന്താണ്? അന്തിമകാഹളത്തിൽ ഊതപ്പെട്ട ശേഷമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി കിട്ടിയാൽ ഇനിപ്പെന്തിനാ, എല്ലാം അവസാനിച്ചല്ലോ എന്ന് കരുതരുത്. അത് നടാൻ കഴിയുമെങ്കിൽ, അവസരം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങളത് നടാതെ പോകരുത്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ 2 ഹദീസിനെ പറ്റിയും ഇങ്ങനെ പറയാം. ഒന്നാമത്തെ ഹദീസ് എന്ന് പറയുന്നത് എന്താ? പ്രകൃതിയിൽ നിന്ന് വിഭവം ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തലാണ്. അല്ലെ? വെള്ളം എടുക്കുകയാണ് ഒളു ചെയ്യാൻ.
പ്രകൃതിയിൽ നിന്ന് വിഭവം ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ പ്രകൃതിയുടെ നാഥൻ അനുവദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതാണ് വുളു. കാരണം നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള മുനാജാത്ത്, ഈ നമസ്കാരം ദീനിന്റെ സ്തംഭം എന്നൊക്കെ പഠിപ്പിച്ച അത്രയും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമസ്കാരം. അതിനു വേണ്ടിയിട്ട് വുളു വേണം. വുളു ഇല്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല, വെള്ളമുള്ളപ്പോൾ. അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും അനുവദനീയമായ കാര്യമാണ് വുളു. അതിന്റെ വിഷയത്തിൽ പോലും പറയുന്നു, നീ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണ് വുളു ചെയ്യുന്നതെങ്കിലും അത്യാവശ്യമുള്ള വെള്ളമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷ്മതയാണ് ഈ ഹദീസിൽ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ഇത് വുളു എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു സാധു ഉപദേശം മാത്രമല്ല. ഇത് വുളു എന്ന ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മര്യാദ മാത്രമല്ല, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതയാണിത്. രണ്ടാമത്തതോ, പ്രകൃതിയെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയാണ്, ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ്. പ്രകൃതിയെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയും ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളുടെ ജാഗ്രത എന്താകണം? അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ അത് വിടാതെ പോകരുത് എന്നുള്ളതാണ്. ഒന്നാമത്തത് പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തലാണ്, അതിൽ അത്യന്തം കണിശത പാലിക്കണം. രണ്ടാമത്തത് അങ്ങോട്ട് പ്രകൃതിയെ പരിപാലിക്കലാണ്, പരിപോഷിപ്പിക്കലാണ്, ശക്തിപ്പെടുത്തലാണ്. നിങ്ങൾക്ക് മരാവശ്യമുണ്ട്, യഥേഷ്ടം വെട്ടാം. വരും തലമുറകൾക്ക് മരല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ കോഴിക്കോട് കല്ലായി ഒരു കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ചരിത്രം പരിശോധിക്കേണ്ടി വരികയാണ് ഇപ്പോൾ നമുക്ക്. ഒരു കാലഘട്ടത്തിൽ തടി കയറ്റി അയക്കുന്നതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്ന കല്ലായി. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ജനലേതാ വാതിലേതാന്ന് ചോദിച്ചാൽ മലേഷ്യൻ ഇരുളാണ്. മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് മരം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ മരമില്ലാതെ പോയി ആവശ്യത്തിന് എന്നുള്ളതാണ്. കുറഞ്ഞപ്പോൾ ഉള്ളതിന് വില കൂടി. നമുക്ക് പണ്ട് പറ്റിയ അബദ്ധം ഇപ്പൊ മലേഷ്യക്കാർക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്റെ നിരീക്ഷണം. അവിടുന്ന് തടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരം വെച്ച് വളർത്തിയാൽ നിങ്ങളുടെ പേരക്കുട്ടികൾ വീണ്ടും മലേഷ്യയിലേക്ക് മരം കയറ്റി അയക്കും എന്ന് ഞാൻ പ്രവചിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെങ്ങ് എന്ന് പറഞ്ഞത് 2 ദിവസം കൊണ്ടുണ്ടാകുന്ന സാധനമല്ല. അതൊരു തലമുറയുടെ, ഒരു പുരുഷായുസിന്റെ, ഒരു വലിയ തലമുറകളുടെ കഥ പറയാനുള്ളതാണ് ഈ മരങ്ങൾ. ആവശ്യത്തിന് മുറിക്കാം. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാ. യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പന മുറിച്ചപ്പോ അവര് റസൂലുള്ളാഹിയെ മെക്കെട്ട് കയറാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗപ്പെടുത്തിയപ്പോ അല്ലാഹ് അതിൽ ഇടപെട്ടു. മാ ഖതഅതും മിൻ ലീനത്തിൻ, ഒരു ഈത്തപ്പന വൃക്ഷവും നിങ്ങൾ മുറിച്ചിട്ടില്ല. ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹാ, അല്ലെങ്കിൽ അത് അതിന്റെ തടിയിൽ തന്നെ അങ്ങനെ നിന്നുകൊള്ളട്ടെ എന്ന് വെച്ചിട്ടുമില്ല. ഒന്നും നിങ്ങൾ മുറിച്ചിട്ടുമില്ല, ഒന്നും നിങ്ങൾ മുറിക്കാതെ വിട്ടിട്ടുമില്ല. ഇതിനില്ല, അതിന്റെ നാഥനായ അള്ളാഹുവിന്റെ, നാഥനായ എന്റെ വക പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഒരു മരമുറിയുടെ വിഷയം മാത്രമല്ല. എങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ പരിപോഷിപ്പിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന വിഷയത്തിൽ ഈ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും കയ്യിലൊരു മരം കിട്ടിയാൽ നടണം എന്ന് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹിയുടെ ആ ജാഗ്രത നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ തലമുറകൾക്കുണ്ടോ? വിശ്വാസികൾ എന്ന് കരുതുന്ന നമുക്ക് പോലുമുണ്ടോ? വിശ്വാസികളുടെ കൂട്ടത്തിൽ തഖ്വ പാലിക്കുന്നവർ പോലും തഖ്വയുടെ ചൈതന്യത്തിൽ ഈ മേഖലയൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിർജീവമായ ഉഹദ് മലയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഉഹദ് മല, നമ്മൾ അതിനെ സ്നേഹിക്കുന്നു, അത് നമ്മളെയും സ്നേഹിക്കുന്നു. റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങൾ ഒരുപാടുണ്ട് ഇങ്ങനെ. ഞാൻ അങ്ങിങ്ങായിട്ട് ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് വെള്ളം ഇല്ലാതെ പോകുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തണം. എന്തുകൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ പോയി എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ മഴയില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അത്യാവശ്യം കുറച്ചൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും. പെയ്യുന്ന മഴ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ വികസന പ്രക്രിയകളുള്ളത്. വലിയ മെട്രോപൊളിറ്റൻ സിറ്റികൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ വലിയ ടൗണുകൾക്കൊക്കെ അതിന്റെ ചുറ്റും ഒരു ചേരി ഉണ്ടാകും. ചേരിയില്ലാതെ ഒരു ടൗണും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എത്ര വലിയ ടൗണാണോ അത്രയും വലിയ ചേരി. നിങ്ങൾ ബോംബെ അല്ലെങ്കിൽ കൽക്കത്ത അല്ലെങ്കിൽ അതുപോലെയുള്ള ഡൽഹി പോലെയുള്ള ഒരു ടൗണിൽ പോയി നോക്കൂ. അതിന് ചുറ്റും പുഴുക്കളെപ്പോലെ മനുഷ്യർ കഴിയുന്ന ചേരികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കോഴിക്കോട് ഒരു ചെറിയ നഗരമായതുകൊണ്ട് അതിന്റെ ചുറ്റും ഒരു ചെറിയ ചേരി നിങ്ങൾക്ക് കാണാം. അതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആകുമ്പോൾ അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു വകയുമില്ലാതെ കഴിയുന്ന പുഴുക്കളെ പോലെയുള്ള മനുഷ്യരെ അപ്പോൾ കോഴിക്കോടിന് ചുറ്റും നിങ്ങൾ കാണും. ആണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, പ്രകൃതിയുടെ കുഴപ്പമല്ല.
ഇന്നത്തെ നമ്മുടെ മനുഷ്യരുടെ ജീവിത കാഴ്ചപ്പാട് അട്ടിമറിഞ്ഞതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയോ? മെട്രോപൊളിറ്റൻ സിറ്റികളെ പറ്റി കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പഠനം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. 3 സ്റ്റാർ മുതൽ 3 സ്റ്റാർ സാധാ ഹോട്ടലൊക്കെ വിട്ട് 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഹോട്ടലുകളിൽ ഒരു ദിവസം ഫ്ലഷ് ചെയ്ത് കളയുന്ന വെള്ളം, പ്രസ് ഹിയർ കണ്ടിട്ടില്ലേ? അവിടെ ഞെക്കിയാ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിപ്പോകും നമുക്ക്. പിന്നെ ഇത് എങ്ങനെയാ ഒന്ന് അവസാനിച്ച് കിട്ടുക? പ്രസ് ഹിയർ വെള്ളം കണ്ട് അടിച്ച് ചീറ്റി മറിഞ്ഞു പോവുകയാണ് കുറെ നേരം. പിന്നെ അത് തന്നെയാണ്. അപ്പൊ 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഈ ഹോട്ടലുകളിൽ ഒരു ദിവസം ഫ്ലഷ് ചെയ്ത് കളയുന്ന വെള്ളമുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള ചേരി പ്രദേശങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരു മാസത്തെ അവരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാം, അവരുടെ ശുദ്ധജലത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കാനാവും എന്നാണ് കണക്ക്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ വീട്ടിലും എത്ര കക്കൂസുകളുണ്ട്, എത്ര ടോയ്ലറ്റുകളുണ്ട്. ഈ മോഡേൺ ടെക്നോളജി എത്ര കണ്ട് നമ്മുടെ വീടുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടുകാരന് വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കുട്ടികളും നമ്മളും ആവശ്യവും അനാവശ്യവും പരിഗണിക്കാതെ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുത്തിട്ട് ഇങ്ങനെ ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെയും ബേജാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൂടി പോയിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്കൊരു ശ്രദ്ധ, ആ ശ്രദ്ധ എന്താ? നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് വുളൂ ചെയ്യുമ്പോഴും അത്യാവശ്യത്തിനുള്ളതേ ഉപയോഗപ്പെടുത്താവൂ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൈമാറിയ ഒരു ശ്രദ്ധയുണ്ടല്ലോ. ഈ ശ്രദ്ധ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. കല്ലുപയോഗപ്പെടുത്തുന്നിടത്ത് വേണം, മണ്ണുപയോഗപ്പെടുത്തുന്നിടത്ത് വേണം, മരം ഉപയോഗപ്പെടുത്തുന്നിടത്ത് വേണം. കാരണം ഇതൊക്കെ പൊതുമുതലാണ്. ഇതെല്ലാം കൂടി വലിച്ചൂരിയെടുത്ത് എന്താ ഊരിയെടുക്കാൻ? എന്റെ ന്യായം, എനിക്ക് പൈസയുണ്ട് എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം പരമാവധി വലിച്ചൂരിയെടുത്ത് ഞാനിവിടെ കെട്ടിപ്പടുത്ത് പരമാവധി ആർഭാടമായൊരു ജീവിതം നയിച്ചാൽ എത്ര ആളുകളുടെ അവസരങ്ങളാണ് അതിലൂടെ തകർക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി ശാന്തമായി ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയണം, ഒരു വിശ്വാസിക്ക് കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ ആലോചിക്കേണ്ടത് അന്തിമകാഹളത്തിന്റെ ആ കിടിലങ്ങൾക്ക്, ആ പ്രകമ്പനങ്ങൾക്കിടയിലും ചെടി നടണം എന്ന്. പിന്നെ നട്ടിട്ട് എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ വർത്താനം എവിടെയെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? ആളുകളെ പാലിക്കാനുള്ള നിർദ്ദേശമല്ലേ കൊടുക്കുക? ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ യഥാർത്ഥത്തിൽ? അപ്പൊ ഒരു ചെടി ഇയാളുടെ കയ്യിൽ കിട്ടുമോ? അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ അത്രമാത്രം ജാഗ്രത നിങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കണം എന്ന് പറയലാണ്. അല്ലാതെ നാളെ മറ്റന്നാൾ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുമ്പോൾ ചെടി കിട്ടലും നടലും അല്ല, അതിനപ്പുറമുള്ള ഒരു വലിയ അധ്യാപനമാണിത്. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് വീടുകളിൽ അത്യാവശ്യത്തിന് വെള്ളമുള്ളവർ വെള്ളമില്ലാത്തവർക്ക് വെള്ളമെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. വെള്ളം ഉള്ള ആളുകൾ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം ന്യായമായ അവസ്ഥയിലാണോ എന്ന് നോക്കണം. അത് വെള്ളം സുലഭമായി വെള്ളം കിട്ടിയാലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടുള്ളൂ. ഇപ്പൊ ക്ഷാമുള്ള ആളുകൾ മുമ്പ് കുളിച്ചിരുന്നത് ഒരു ടാങ്ക് വെള്ളം കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കുന്ന അവർക്ക് തൃപ്തിയൊക്കെ ഉണ്ടാവും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിച്ചപ്പോൾ തന്നെ അതിന്റെ അർത്ഥം നമുക്കിത് ലഭ്യമാകുന്നത് കൊണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് വെള്ളം ടാങ്കിലേക്ക് കയറ്റണമെങ്കിൽ ഒരുപാട് എനർജി വേണം. ഇങ്ങനെ ഒന്നും വിഭവങ്ങളില്ല നമ്മുടെ നാട്ടിൽ, ഉണ്ടാകാൻ പോകുന്നില്ല. ഗ്യാസിന്റെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഉപദേശിച്ചത് മരം നടാനാണ്. മരം 2 ദിവസം കൊണ്ട് വെട്ടാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കൂടി കൊണ്ടെത്തിച്ച ഒരവസ്ഥയിൽ നിന്ന് ഇവർക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തോളൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അഭയം തേടാവുന്ന ഒരു തണലും നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അത് വളരെ ഗൗരവപ്പെട്ടതാണ്. വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സ്ഥലത്തെത്തിച്ചേരാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും, അവൻ നമ്മളിൽ അർപ്പിച്ച മുഴുവൻ ബാധ്യതകളും യഥാവിധി നിർവഹിക്കുന്ന ശരിയായ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും വീഴ്ചകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു പടച്ചവനെ തമ്പുരാനെ, ഞങ്ങൾ പാപികളും ദുർബലരുമാണ്, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നീ വർഷിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ധാരാളമായി മഴ നൽകുകയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകുകയും ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഭാഗത്ത് വല്ല ധിക്കാരവും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നീ റഹ്മാനും റഹീമുമാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ വിളിക്കുത്തരം ചെയ്ത് നിരവധി ആളുകൾ നിന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. പടച്ചവനെ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ.
ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സഫലമാക്കണേ നാഥ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.